താങ്ക് യു. നല്ലൊരു ഇതാണ് അത്. ഇത് പറയുമ്പോൾ തന്നെ ചൂടെടുക്കണം. ഭാര്യമാരെ ഓരോ പെരീക്ക് പറഞ്ഞേക്കണം, പോത്തിനെ കുളിപ്പിച്ചാൽ വള്ളത്തിൽ ഇറക്കണം ഒരേ മാരിക്ക. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാലേ, എന്റെ പൊന്നാര ചങ്ങായിമാരെ പോത്തിനെ വള്ളത്തിൽ ഇറക്കിക്കാണ്ട് ഇറക്കുമ്പോൾ ഭയങ്കര രസകരം. അതേപോലെ ഭാര്യമാരെ പെരീക്ക് ഉണ്ടാക്കുമ്പോൾ നല്ല ഇൻട്രസ്റ്റിലൊക്കെ കയറി പോകും പെരീക്ക്. പിന്നെ നമ്മൾ വിളിച്ചോണ്ടിരാൻ വേണ്ടി ചെല്ലുമ്പോൾ കാണാൻ ഇറ്റുങ്ങളെ മുഖം കൂടി ഇത്രക്ക്. എന്റെ പൊന്നാര മുട്ടകാക്ക വൈക്കൊക്കെ ഇറങ്ങാൻ വെച്ചങ്ങളെ കൊണ്ട് ആരും എല്ലാവരും ചോദിച്ചിട്ട് നിങ്ങളെ ഇന്നാരും ചോദിച്ചിട്ടില്ല മുട്ടകാക്കാന്റെ പാടെന്താന്ന്. അതുകൊണ്ട് നിങ്ങളോട് പറയാനുള്ളത്, വരികയാണെന്ന് വെച്ചാൽ ഏറ്റവും പെട്ടെന്ന് ഇങ്ങോട്ട് പോരി, എന്നിട്ട് നമുക്ക് രണ്ടാൾക്ക് ഒരുമിച്ചാണ്ട് പോവാം. ഇടുത്തോ പിടിച്ചോ എന്നുള്ള രീതിയിൽ ഒറ്റയടിക്ക് മുഖത്ത് പോയിക്കാണ്ട് പ്രവാസിയാണെങ്കിൽ വേണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് വലിയ ഇടക്കറ തന്നെ. കാരണം നമ്മൾ ഇഷ്ടം ഉണ്ടായിട്ട് പോകണമെന്നല്ല പ്രവാസ ലോകത്തേക്ക്. ഇങ്ങനെ ഇടക്കിട്ടിട്ടൊരു താങ്ക് യു ഇങ്ങനെ ഞാൻ ഇടാൻ തുടങ്ങി. അപ്പൊ കമന്റ്സിൽ കുറെ ആൾക്കാർ ഇട്ട് എന്താ പറയാ, നിങ്ങളെ താങ്ക് യു നല്ല രസമുണ്ട് കേൾക്കാൻ. അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ചു പിന്നെ അയിമ പിടിച്ച് തൂങ്ങിയാലെന്താ. അങ്ങനെ മെല്ലെ മെല്ലെ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ എത്തിയത്. സോഷ്യൽ മീഡിയ ഓരോരുത്തരെയും നമ്മുടെ മുന്നിലേക്ക് എത്തിക്കുന്ന ഒരു പുതിയ പ്ലാറ്റ്ഫോമാണ്. അത് പല രീതിയിൽ ഇൻസ്റ്റാഗ്രാം ആയിട്ടും ഫേസ്ബുക്ക് ആയിട്ടും വാട്സാപ്പ് ആയിട്ടും ടിക്ടോക്ക് ആയിട്ടും ഒക്കെ എത്തിക്കും. പ്രവാസി മലയാളികൾക്ക് അന്നും ഇന്നും ഏറെ പ്രിയപ്പെട്ടതാണ് ടിക്ടോക്ക്. ഇന്ത്യയിൽ ടിക്ടോക്ക് ബാൻ ചെയ്തെങ്കിലും ടിക്ടോക്കിലൂടെ ഫെമിലിയറായ ഒരാള് നല്ലൊരു ഇതാണ് അത്. താങ്ക് യു എന്നുള്ള വാക്കുകൾ വളരെ വ്യത്യസ്തമായി ഉപയോഗിച്ച്, അത് മലബാറിന്റെ കൊളോക്കിയലായിട്ടുള്ള ഒരുപാട് ടേസ്റ്റി ആയിട്ടുള്ള ലാംഗ്വേജുകൾ അതിലേക്ക് ഉൾപ്പെടുത്തി പ്രവാസി മലയാളികൾക്കിടയിൽ തൻ്റെതായ ഒരു ഇടം കണ്ടെത്തിയ ഒരാൾ മുന്ന. അദ്ദേഹത്തെ അറിയപ്പെടുന്നത് മുന്ന ബീറ്റ്സ് എന്നാണ്. സ്വന്തം മുതലാളിയായ മൊട്ടക്കാക്കയും അദ്ദേഹവും തമ്മിലുള്ള ഒരുപാട് ഫണ്ണി വീഡിയോസ് നമ്മൾ കണ്ടിട്ടുണ്ട്. പ്രവാസത്തിനൊരു ഇടവേള കൊടുത്ത് നാട്ടിലേക്ക് എത്തിയ സമയത്ത് നമ്മൾ മുന്നയുടെ വിശേഷങ്ങൾ തേടി വളാഞ്ചേരിയിലെ മുന്നയുടെ വീട്ടിലാണ് ഇപ്പോൾ ഉള്ളത്. തീർച്ചയായിട്ടും മുന്നയെ പരിചയപ്പെടാം. ഭാര്യമാരെ ഓരോ പെരീക്ക് പറഞ്ഞേക്കണം, പോത്തിനെ കുളിപ്പിച്ചാൽ വള്ളത്തിൽ ഇറക്കണം ഒരേ മാരിക്ക. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാലേ, എന്റെ പൊന്നാര ചങ്ങായിമാരെ പോത്തിനെ വള്ളത്തിൽ ഇറക്കിക്കാണ്ട് ഇറക്കുമ്പോൾ ഭയങ്കര രസകരം. അതേപോലെ ഭാര്യമാരെ പെരീക്ക് ഉണ്ടാക്കുമ്പോൾ നല്ല ഇൻട്രസ്റ്റിലൊക്കെ കയറി പോകും പെരീക്ക്. പിന്നെ നമ്മൾ വിളിച്ചോണ്ടിരാൻ വേണ്ടി ചെല്ലുമ്പോൾ കാണാൻ ഇറ്റുങ്ങളെ മുഖം കൂടി ഇത്രക്ക്. ഇക്കറിയില്ല ഇറ്റുങ്ങൾക്ക് എന്താ നമ്മൾ എന്തെങ്കിലും കടം കൊടുത്ത മാർക്ക് മേടിച്ചാൽ ചെന്ന മാർക്ക് ഇറ്റുങ്ങളെ മുഖത്ത് നോക്കി കഴിഞ്ഞാൽ, പോത്തിനെ നമ്മൾ വള്ളത്തിൽ ഇറക്കിയിട്ട് കയറ്റുമ്പോൾ കട മൂക്കാരൊക്കെ പിടിച്ച് വലിച്ചണം. അജാതി അടങ്ങറാണ്ട് കയറി പോരാൻ വേണ്ടിയിട്ട്. വല്ലാത്തൊരു ഇടങ്ങറന്നായിട്ട് ഈ പെണ്ണുങ്ങളെ കൊണ്ട്. നല്ലൊരു ഇതാണ് അത്. താങ്ക് യു. ഒരു ദിവസം ഒരു ചങ്ങായി എന്നോട് ചോദിച്ചേ, ഭാര്യമാരോട് പറയാൻ പറ്റാത്ത എന്താണെന്ന്. അപ്പൊ ഞാൻ അവനോട് പറഞ്ഞിട്ട്, പൊന്നാര ചങ്ങായിയെ, കള്ളത്തരം പൊള്ള് ഭാര്യമാരോട് ഒരിക്കലും പറയരുത്. കാരണം എന്താണെന്നറിയോ, ഒരു സത്യം കണ്ടെത്തിയതിന് ശേഷക്കാരം ചോദ്യം തന്നെ ചോദിച്ചാൻ തുടങ്ങല്. അതുകൊണ്ട് ഞാൻ ആ പരിപാടി നിർത്തിക്കണമെന്നോ. ഇവിടെയൊക്കെ ഉണ്ട് നല്ല നല്ല അടയാളങ്ങളൊക്കെ ആയിട്ട് സൈഡിലും ബാക്കിലൊക്കെ ആയിട്ട്. നല്ലൊരു ഇതാണ് അത്. താങ്ക് യു. നല്ലൊരു ഇതാണത് അല്ലേ? അങ്ങനെയാണ് താങ്ക് യു ആയിട്ട് നിങ്ങൾ വന്നത്. എങ്ങനെയാണ് ഇതിന്റെ തുടക്കം? അതിന്റെ തുടക്കം എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഈ ടിക്ടോക്കിലാണ് ഫസ്റ്റ് ആയിട്ട് തുടങ്ങിയിരിക്കണത്. ഈ കൊറോണന്റെ സമയത്ത് ഇതൊക്കെ കറക്റ്റായിട്ട് ഞാൻ ഡിഫൻസിൽ വർക്ക് ചെയ്യുന്നത് അബുദാബിയിൽ. അപ്പോൾ ജോലി ഉണ്ടായിരുന്നില്ല, സാലറി കറക്റ്റായിട്ട് കിട്ടി. ആ സമയത്ത് ഞാനും കുറച്ച് പാകിസ്ഥാനി എൻ്റെ കൂടെ ഉണ്ടായിരുന്ന റൂമിൽ. അപ്പം ഞങ്ങൾ അന്ന് ഒരു എൻ്റർടൈൻമെൻറ്റ്, പ്രത്യേകിച്ച് നേരം പോണ വേറെ ടൈമൊന്നും ഇല്ലല്ലോ, വേറെ സംഭവങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഒരു വീഡിയോ പോസ്റ്റ് ചെയ്ത് അത് റീച്ചായി. ഞാൻ മലയാളത്തിൽ പറയും, ഓനും അതേപോലെ മംഗ്ലീഷ് ആക്കിയിട്ട് പറയും. അതങ്ങനെ റീച്ചായി. പിന്നെ തോന്നി എന്തുകൊണ്ട് ഇതുകൊണ്ട് കണ്ടിന്യൂ ചെയ്തുവിടാ. പിന്നെ ഇങ്ങനെ ഇടക്കിട്ടിട്ടൊരു താങ്ക് യു ഇങ്ങനെ ഞാൻ ഇടാൻ തുടങ്ങി. അപ്പൊ കമന്റ്സിൽ കുറെ ആൾക്കാർ ഇട്ട് എന്താ പറയാ, നിങ്ങളെ താങ്ക് യു നല്ല രസമുണ്ട് കേൾക്കാൻ. അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ചു പിന്നെ അയിമ പിടിച്ച് തൂങ്ങിയാലെന്താ. അങ്ങനെ മെല്ലെ മെല്ലെ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ എത്തിയതാണ്. ഇതില് പിന്നെ നമുക്ക് ഇവിടെ മിസ് ചെയ്യുന്ന ഒരാളുണ്ട്, നമ്മളെ മൊട്ടക്കാക്ക. മൊട്ടക്കാക്കനോട് നമ്മൾ എന്തെങ്കിലും ഒന്ന് പറയുകയാണെങ്കിൽ? മൊട്ടക്കാക്കാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ബെസ്റ്റ് കുറേ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ എനിക്ക് പണി തന്ന ഫ്രണ്ട്സ് ഉണ്ട്, നല്ല കൂട്ടുകാരന്മാരുണ്ട്. പണി തന്ന ഫ്രണ്ട്സ് എന്താ പറയുക, അതിന് ശേഷമാണ് ഞാൻ കുറച്ചൊന്ന് മാറ്റി പിടിച്ചത്. അതിന് ശേഷമാണ് എനിക്ക് മൊട്ടക്കാക്കാനെ കിട്ടിയത്. ജീവിതത്തിൽ നമുക്ക് നമ്മളെ മൊട്ടക്കാക്ക ശരിക്കും നിങ്ങളുടെ മുതലാളിയാണ്, അതായത് ഒരു മുതലാളി തൊഴിലാളി ബന്ധമാണ് നിങ്ങൾ? അല്ല, അങ്ങനെ അതല്ല, ഒരു മുതലാളി തൊഴിലാളി എന്നുള്ളൊരു ലേബലിലാണ് നിങ്ങൾ അവിടെ ഉള്ളതെങ്കിൽ പോലും നിങ്ങൾ ഒരിക്കലും അങ്ങനെയല്ല. ഒരു കൂടപ്പിറപ്പിനെക്കാട്ടും കൂടുതൽ എന്താണോ അങ്ങനെയാണ്. ഇതിന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ തുറന്നു പറച്ചിൽ മൂപ്പരാളോടാണ്. മൂപ്പരാളി എല്ലാ വിഷമങ്ങളായാലും എന്ത് ഹാപ്പിനെസ് എന്ത് സന്തോഷം ഉണ്ടെങ്കിലും ഒക്കെ എന്നോട് തന്നെ തുറന്നു പറച്ചത്. അൽഹംദുലില്ലാ, അതിനും മരണം വരെ അതേപോലെ നിന്ന് പോട്ടെ എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. മൊട്ടക്കാക്ക ഇപ്പൊ ഇത് കണ്ടോണ്ടിരിക്കുന്നുണ്ടോ? മൊട്ടക്കാക്ക അതുകൊണ്ടാണ് ഇത്രയും കുറച്ച് പുകഴ്ത്തി പറഞ്ഞേ. അപ്പൊ മൊട്ടക്കാക്കയെ നമ്മൾ മിസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ ആ ശൈലിയിൽ മൊട്ടക്കാക്കയോട് എന്തെങ്കിലും പറയാണ്ടെങ്കിൽ എന്താവും പറയപ്പോ? എന്റെ പൊന്നാര മൊട്ടക്കാക്ക, വൈക്കൊക്കെ ഇറങ്ങാൻ വെച്ചങ്ങളെ കൊണ്ട് ആരും എല്ലാവരും ചോദിച്ചിട്ട് നിങ്ങളെ ഇന്നാരും ചോദിച്ചിട്ടില്ല മൊട്ടക്കാക്കാന്റെ പാടെന്താന്ന്. അതുകൊണ്ട് നിങ്ങളോട് പറയാനുള്ളത്, വരികയാണെന്ന് വെച്ചാൽ ഏറ്റവും പെട്ടെന്ന് ഇങ്ങോട്ട് പോരി, എന്നിട്ട് നമുക്ക് രണ്ടാൾക്ക് ഒരുമിച്ചാണ്ട് പോവാം. ഇത്രയും എനിക്ക് പറയാനുള്ളൂ എന്റെ മൊട്ടക്കാക്കാനോട്. നിങ്ങൾ നിങ്ങളുടെ ഒരു റെസ്റ്റോറന്റിലാണ് വർക്ക് ചെയ്യുന്നത്, അജ്മാനിൽ എങ്ങാണ്ടുള്ള റെസ്റ്റോറന്റിലാണ്, ഈ മൊട്ടക്കാക്കയുടെ കീഴിലാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നത്. അവിടുത്തെ തന്നെ പല സംഭവങ്ങളും നിങ്ങൾ വീഡിയോ ആക്കി ചെയ്യുന്നുണ്ട്. ഇതിനൊക്കെ സമയം കണ്ടെത്തുന്നത് എപ്പോഴാണ്? നമ്മൾ സമയം കണ്ടെത്തില്ല എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ശേഷം, ഞങ്ങൾക്ക് രണ്ടാക്കും ഡ്യൂട്ടി ഉച്ചയ്ക്ക് ശേഷമാണ്.
അപ്പോൾ എന്താ പറയുക, അതിൻ്റെ ഇടയിൽ ചിലപ്പോൾ രാവിലെ അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയിൽ നമ്മൾ കസ്റ്റമർ ഇല്ലാത്ത സമയത്ത് നമ്മൾ ചെയ്തു വെക്കും. പിന്നെ ഡബ് ചെയ്യലാണ്. ഡബ് ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ ഞങ്ങൾ യാത്രയിലേക്കാരും ഡബ് ചെയ്യുക, അല്ലെങ്കിൽ രാത്രി കിടക്കാൻ പോകുമ്പോഴേക്കാരും ഡബ് ചെയ്യുക. അങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നു. വീട്ടിൽ നിന്ന് നിങ്ങളുടെ സപ്പോർട്ട് എങ്ങനെയാണ് ഇതിന്? വീട്ടിൽ നിന്ന് ആദ്യം എന്ന് പറയുന്നത് ഉമ്മാക്ക് അങ്ങനെ വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല, സ്വാഭാവികമാണല്ലോ. പിന്നെ അത് കണ്ട് കണ്ട് ഉമ്മാക്ക് ഇപ്പം എന്താ വെച്ചാൽ യൂട്യൂബ് ചാനൽ തുടങ്ങണം. യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാനുണ്ട്, ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഇല്ല എന്നുള്ള രീതിയാണ്. സപ്പോർട്ടാണ്, എല്ലാവരും സപ്പോർട്ടാണ് അൽഹംദുലില്ലാ. കൂടുതലായിട്ട് എടുക്കുന്ന വിഷയങ്ങൾ ഭാര്യമാരെ കുറിച്ച്, ഇതൊക്കെ എവിടുന്നാണ് കിട്ടുന്നത്? കൂടുതൽ ഞാൻ എൻ്റെ ഭാര്യനോട് വർത്താനം പറയുമ്പോൾ തന്നെ കിട്ടല്. ഞങ്ങൾ എൻ്റെ കണ്ടന്റ് കൂടുതൽ ഞാൻ മുട്ടക്കാക്കി സംസാരിക്കുമ്പോൾ, ഞാൻ ഫ്രണ്ട്സിനോട് വർത്താനം പറയുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ കൂടുതലും ഭാര്യ ഭർത്താക്കന്മാരുള്ള കണ്ടന്റ് ഭാര്യനോട് സംസാരിക്കുന്ന ഇടയിൽ കിട്ടലാണ്. ഭാര്യ എപ്പോഴും പറയണ കേസാണ്, ആരോടെങ്കിലും പറയും ഞങ്ങളൊന്നും പറയാൻ നിൽക്കണ്ട, അത് കണ്ടന്റ് ആക്കും പറയും. അപ്പൊ ഇതിൽ ഈ ഭാര്യനെ വീട്ടിലേക്ക് കൊണ്ടുവെക്കുമ്പോ ഇപ്പൊ നേരത്തെ ചെയ്ത വീഡിയോ, ഇതൊക്കെ റിയൽ ആയിട്ട് ജീവിതത്തിൽ എവിടേക്കോ സംഭവിക്കുന്ന ചില സംഭവങ്ങൾ. തീർച്ചയായിട്ടും. അപ്പൊ അതിന് വീട്ടിൽ നിന്ന് എന്തെങ്കിലും കിട്ടലുണ്ടോ? കിട്ടിയത് ഇവിടെ കുറച്ച്. നിങ്ങൾ ആദ്യം തുടങ്ങുന്ന സമയത്ത് ഒരുപാട് വിമർശനങ്ങൾ നേരിട്ടിട്ടുണ്ടാവും. പിന്നെ പ്രവാസികൾ പതിയെ പതിയെ ഇത് ആക്സെപ്റ്റ് ചെയ്ത് തുടങ്ങി. ഇപ്പോൾ നിങ്ങൾ അജ്മാനിലൂടെ ഒരു സ്ട്രീറ്റിലൂടെ പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും പോകുമ്പോൾ നിങ്ങൾ തിരിച്ചറിയുന്നുണ്ടോ? 100%. എനിക്ക് തോന്നുന്നു അവിടുത്തെ പ്രവാസ ജീവിതക്കാരെ കൂടുതൽ ഇവിടെയാണ് തിരിച്ചറിയണം. കൂടുതൽ നമ്മൾ ബൈക്കിലൊക്കെ പോണ സമയത്ത് വണ്ടിയിലൊക്കെ സൈഡിൽ കൂടി പോകുമ്പോൾ വണ്ടി നിർത്തിയിട്ട് താങ്ക് യു, നല്ലൊരു ഇതാണ് അത്. അതേപോലെ ഇപ്പോൾ ഹോസ്പിറ്റലിൽ വൈഫിനായിട്ട് നിൽക്കുന്ന സമയത്ത് നഴ്സുമാരൊക്കെ അറിയാം, എല്ലാവർക്കും അറിയാം. നമ്മളിങ്ങനെ പോണ സമയത്തൊക്കെ ഈ ഡയലോഗാ പറയാം. അപ്പൊ ഹോസ്പിറ്റലിൽ ബില്ല് കൊടുത്തില്ല, താങ്ക് യു കൊടുത്തേക്കാണ്. നല്ല ഇതാണ്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ഒന്ന് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? അത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾ കല്യാണം കഴിച്ചാൽ പോണവരോട്ടെ. കാരണം നമുക്ക് അനുഭവങ്ങൾ ഉണ്ടായിട്ട് പറയാണ്. കല്യാണം കഴിച്ചാൽ പോണ ചെക്കന്മാരൊക്കെ നിങ്ങളോട് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ, കല്യാണമൊക്കെ കഴിഞ്ഞാൽ അതിരാത്രിയിൽ നമ്മളിങ്ങനെ കിടന്നുറക്കുന്ന സമയത്ത്, നമ്മളിങ്ങനെ കിടക്കുന്ന സമയത്ത് ഭാര്യ വന്നിക്കാട് നമ്മളെ നെഞ്ഞത്ത് വന്നിക്കാട് ഇങ്ങനെ പതിയെ വന്നിക്കാട് നമ്മളെ ചെവി ഉണ്ടല്ലോ, ചെവി ഇങ്ങനെ നെഞ്ഞത്ത് ഇങ്ങനെ വെക്കും. വെച്ചിക്കാണ്ട് നമ്മളോടൊരു ചോദ്യം ചോദിച്ചാണ്ട്, അല്ല ഏട്ടാ അല്ലെങ്കിൽ ഇക്കാക്ക, നിങ്ങൾക്ക് ഞാനല്ലാതെ വേറെ ആരെങ്കിലും നിങ്ങളെ മനസ്സിലുണ്ടോ? അപ്പം നിങ്ങൾ എന്താ പറയേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നും പറയാൻ കുത്തിറക്കണ്ട, നിങ്ങളെ നെഞ്ഞിടിപ്പുണ്ടല്ലോ, അതായത് നിങ്ങളെ നെഞ്ഞത്ത് തല വെച്ചിട്ട് വേറെ ഒന്നുമില്ല, നിങ്ങളെ നെഞ്ഞിടിപ്പിനാണ് അവിടെ പ്രാധാന്യം. ഒരിക്കലും നിങ്ങൾ നെഞ്ഞോണ്ട് കുത്തരുത്. ഇങ്ങനെ സമാധാനത്തിൽ നിങ്ങൾ ഇങ്ങനെ ഈ നിർത്താൻ നിൽക്കുക. ഒരു നെഞ്ഞിടിപ്പ് ഉണ്ടായി കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ നിങ്ങൾക്ക് ഒരു സ്വസ്ഥത ഉണ്ടാവില്ല, സമാധാനം ഉണ്ടാവില്ല, സന്തോഷം ഉണ്ടാവില്ല. അങ്ങനെ ഒരു നെഞ്ഞിടിപ്പ് ഉണ്ടായിട്ട് ഇപ്പം ഞാൻ കുത്തിറക്കണത്. അപ്പം അതുകൊണ്ടാണ് പറയണത്. താങ്ക് യു, നല്ലൊരു ഇതാണ് അത്. ഇത് പറയുമ്പോൾ തന്നെ ചൂടെടുക്കണം. കമന്റുകളിൽ നിന്ന് അധികവും പിന്നെ കണ്ടന്റ് എടുക്കുന്ന ഒരു മനുഷ്യനാണ് നിങ്ങൾ. അപ്പൊ ആരോ ഒരാൾ കമന്റ് ചെയ്ത്, നിങ്ങളുടെ ഫോളോവർ കമന്റ് ചെയ്ത് ചോദ്യം, ലവ് മാരേജ് ആണോ അറേഞ്ച് മാരേജ് ആണോ, അതിനെ കുറിച്ച് അഭിപ്രായം എന്താണ്? അത് നിങ്ങളൊരു മറുപടി കൊടുത്തൊരു വീഡിയോ ആണ്, അതൊന്ന് ചെയ്യാമോ? പിന്നെന്താ, ലവ് മാരേജ് ആയാലും അറേഞ്ച്ഡ് മാരേജ് ആയാലും ഒക്കെ കഷ്ടം തന്നെ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ലവ് മാരേജിനെക്കാട്ടിയും കുറച്ചും കൂടി ബെറ്റർ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ അഭിപ്രായത്തിൽ അറേഞ്ച്ഡ് മാരേജാണ്. എന്താ വെച്ചാൽ കല്യാണം കഴിഞ്ഞ് എങ്ങനെ ഒരു ചീറ്റിപ്പൊട്ടൽ ഉണ്ടാവും. ഈ ചീറ്റിപ്പൊട്ടൽ ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ ലവ് മാരേജ് ആണെങ്കിൽ പെരക്കാരൊക്കെ കൂടി നമ്മളെ നെഞ്ഞത്തേക്കാരും കയറി ഇജ്ജ് കണ്ടുപിടിച്ച പെണ്ണല്ലേ അനുഭവിച്ചോ എന്നറിയും. നേരെ മറിച്ച് അറേഞ്ച്ഡ് മാരേജ് ഒക്കെ നമുക്ക് പെരക്കാരോ നെഞ്ഞത്തേക്ക് ഒന്ന് കയറിച്ചല്ല, നിങ്ങളൊക്കെ കൂടി കണ്ടുപിടിച്ചു തന്നല്ലേ, നിങ്ങൾ എന്നോട് അനുഭവിച്ചോളി എന്ന് പറയാം. അങ്ങനെ കുറച്ച് കഴിച്ചിലാവാനുള്ള മാർഗ്ഗമുണ്ട്. എന്തായാലും ചീറ്റിപ്പൊട്ടൽ ഉറപ്പാണ്. അതാണ് ഞാൻ റീഫ്ലൈ കൊടുത്ത സംഭവം. പക്ഷെ ആ കാലം റീച്ചായി പോയിക്കിട്ടാ, കയറി പോയിക്കിട്ടത്. അതായത് നമ്മൾ പ്രവാസി ആയതുകൊണ്ട് തന്നെ പ്രവാസികളെ വിഷമങ്ങൾ എനിക്ക് നന്നായിട്ട് അറിയാം. ഒരു വട്ടം നമ്മളെ സ്നേഹിതർ നാട്ടിൽ വന്നിട്ട് കല്യാണം ആലോചിക്കുന്ന സമയത്ത് എനിക്ക് വിളിച്ചിക്കാണ്ട് പറഞ്ഞ്, എൻ്റെ പൊന്നാര ചങ്ങായി പെണ്ണൊന്നും കിട്ടുന്നില്ല, എന്താണെന്നറിയില്ല, എവിടെ ചെന്നാലും പ്രവാസിനെ വേണ്ടാന്നാണ് പറയുന്നത്. അപ്പം എനിക്ക് അത് മനസ്സിലാവാത്ത കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഓനോട് ചോദിച്ചു, ഓളപ്പാക്ക് എന്താ ഒരു പെണ്ണ് പറഞ്ഞത്ര പ്രവാസിയാണെങ്കിൽ വേണ്ടാന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചു ഓളപ്പാക്ക് എന്താ ചോദിച്ചു, ഓളപ്പ പ്രവാസിയാണെന്ന്. സംഭവം ഓരോരുത്തർക്കും ഓരോ കൺസെപ്റ്റ് ഒക്കെ ഉണ്ടാവും. പക്ഷേ ഇടുത്തോ പിടിച്ചോ എന്നുള്ള രീതിയിൽ ഒറ്റയടിക്ക് മുഖത്ത് നോക്കിക്കാണ്ട് പ്രവാസിയാണെങ്കിൽ വേണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് വലിയ അടക്കറ തന്നെ. കാരണം നമ്മൾ ഇഷ്ടം ഉണ്ടായിട്ട് പോകണമെന്നല്ല പ്രവാസ ലോകത്തേക്ക്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ കൂട്ടുകാരും വീട്ടുകാരൊക്കെ എന്താ പറയുക വിട്ടിട്ട് പ്രവാസ ലോകത്ത് എത്തുന്നത് നമ്മളെ ഇഷ്ടങ്ങൾ മാറ്റി വെച്ചിട്ട് നമ്മളെ കുടുംബക്കാർക്ക് നമ്മളെ വേണ്ടപ്പെട്ടവർക്കുള്ള ഇഷ്ടങ്ങൾ പൊന്തിച്ചു വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സത്യം പറഞ്ഞ പ്രവാസ ലോകത്ത് കഷ്ടപ്പെട്ടിട്ട് കുറേ കാലം കഴിഞ്ഞിട്ട് പെരീക്ക് എത്തുമ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ നീണ്ടു നിവർന്ന് കെടുക്കാന്ന് വിചാരിച്ചു. സത്യം പറഞ്ഞാൽ സത്യമാണ്, നീണ്ടു നിവർത്താണ്ട് കെടുക്കുക, എവിടെ പള്ളിക്കാട്ട് കൊണ്ടുപോയിട്ടാണ് കെടുക്കുക. ആ ഒരു അവസ്ഥയിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പ്രവാസികൾക്കൊക്കെ ഉണ്ടാവുന്നത്. സത്യമല്ലേ? സത്യമാണ്, നല്ലൊരു ഇതാണ് അത്. അപ്പൊ നിങ്ങൾ മുന്ന ബീറ്റ്സ് എന്നുള്ള ഒരു പേരിലാണ് അറിയപ്പെടുന്നത്. നിങ്ങളുടെ ഒറിജിനൽ പേര് എന്താണ് എന്നുള്ളത് അറിയാൻ ഇവർക്ക് താല്പര്യം ഉണ്ടായിരിക്കും. അതെന്താണെന്ന് പറയാമോ? അതിനെന്താ, കുറെ ആൾക്കാർ എന്നോട് ചോദിച്ചിരുന്ന ചോദ്യമാണ് എന്താ പേര്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുന്നയുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത പേരാണ്. എൻ്റെ പേര് അയ്യൂബ് എന്നാണ്. അയ്യൂബ് മുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പണ്ട് വെട്ടിച്ചിറ നമ്മൾ അങ്ങാടിയിൽ ഓട്ടോ ഓടിച്ചിരുന്നു പഠിക്കുന്ന സമയത്ത്. പഠിക്കണമെന്ന് പറഞ്ഞാൽ ഇട്ട എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പഠിച്ചിക്കണമെന്ന് പറഞ്ഞോട്ടെ ഞാൻ ചിട്ടേനാണ്. അപ്പോൾ ആ സമയത്ത് നമ്മളെ വണ്ടിൻ്റെ പേര് മുന്നാന്നായിരുന്നു. അങ്ങനെ എനിക്ക് ഓൾറെഡി ഇട്ട നിക് ടൈം മുന്നാന്ന് തന്നെ ആയിരുന്നു. അയിമക്കൂടെ ആയിട്ട് മുന്നേ അങ്ങോട്ട് കയറിയപ്പോൾ ഞാൻ പറഞ്ഞിട്ട് ഫേസ്ബുക്കിൽ ആദ്യമായിട്ട് ഒരു എന്താ പറയുക അക്കൗണ്ട് തുടങ്ങിയപ്പോൾ അത് എന്തുകൊണ്ട് മുന്നാന്ന് ഇട്ടുകൂടാന്ന് ചോദിച്ചാൽ അങ്ങനെ അന്ന് ഇട്ടതാണ് മുന്നാ ബീറ്റ്സ് എന്ന്.
അത് പിന്നെ അങ്ങനെ കണ്ടിന്യൂ ചെയ്തതാണ്. അത് തന്നെയാണ് ഇപ്പം പിടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഒറിജിനൽ പേര് അയ്യൂബ് എന്നാണ്. ഈ മുന്ന ബീറ്റ്സ് എന്ന് പറയുന്ന ആളെ മുഖം ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ വോക്കൽ ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട്. ഇതുകൊണ്ട് എപ്പോഴെങ്കിലും ഒരു ഉപകാരം അല്ലെങ്കിൽ ആരെങ്കിലും തിരിച്ചറിഞ്ഞൊരു അനുഭവം പറയാം? തിരിച്ചറിഞ്ഞത് കുറെ ആൾക്കാർ തിരിച്ചറിയുന്നുണ്ട്. അത് ഭയങ്കര സന്തോഷം. കാരണം നമ്മള് കുറെ മെസ്സേജുകൾ വരും നമുക്ക്, നിങ്ങൾ കാരണം നമ്മളെ ഒരു നിമിഷത്തെ സങ്കടങ്ങൾ മറക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിന് ഭയങ്കര സന്തോഷം. നമ്മൾ കാരണം ആരെങ്കിലും സന്തോഷിക്കുന്നുണ്ടെങ്കിൽ അൽഹംദുലില്ലാ എന്ന് അറിയാലോ. ഇതേപോലെ ഒരു താത്ത എനിക്ക് മെസ്സേജ് അയച്ചിട്ട് എനിക്ക് ഭയങ്കര സങ്കടം പറഞ്ഞൊരു സംഭവം. ഒരു താത്ത മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞാൽ മലപ്പുറത്താണ്, നിങ്ങളെ എന്താ പറയുക, നിങ്ങൾക്ക് ഇൻസ്റ്റയിൽ ഐഡിയ ഉണ്ടോയെന്ന് അറിയില്ല, നിങ്ങളെ ടിക്ടോക്കത്തെ ഒരു വീഡിയോ എന്താ പറയുക നമ്മളെ വാട്സപ്പിലൊക്കെ ഇങ്ങനെ കിടന്ന് കളിച്ച് നിന്റെ ഉമ്മ എപ്പോഴും കാണുക, ഇതൊരു മാക്സിന്റെ ഒരു ഫണ്ണി ആയിട്ടുള്ള വീഡിയോ. അങ്ങനെ അതിന്റെ ഉമ്മാക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഉമ്മ പറയുന്നത് നിന്റെ ആ കുട്ടീന്റെ വീഡിയോ ഒന്ന് എടുത്തുകൊണ്ടടി ഇക്കൊന്ന് കാണിച്ചോണ്ടാന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു ഉമ്മാനോടൊന്നൊരു സലാം പറയട്ടെന്ന്. അപ്പൊ എന്നോട് പറയാം ഉമ്മ മരിച്ചിട്ട് ഇപ്പൊ ഒരു കൊല്ലമായി. അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. കാരണം ഉമ്മാക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു എന്നെ കാണാൻ. അപ്പോൾ ഇങ്ങനത്തെ കുറെ നമുക്ക് സങ്കടം വരുന്നുണ്ടായിരിക്കണേ, ഒരുപാട് സന്തോഷം വരുന്നുണ്ടായിരിക്കണേ. ഇതേപോലെ ഞാൻ അവിടെ പച്ചമുളക് റെസ്റ്റോറൻറ്റിൽ അജ്മാനിൽ നിൽക്കുന്ന സമയത്ത് ദുബായിൽ നിന്ന് ഒരു ഫാമിലി വന്ന്, ഒരു ഉമ്മയും മരുമകളും മോനും അങ്ങനെ വന്നിട്ട് എന്നോട് ഭയങ്കര സംസാരം, ഭയങ്കര ഇഷ്ടം. അപ്പോൾ എന്നോട് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാണ്. മുന്നേ കാലുവേദന എങ്ങനെയുണ്ട്, മുട്ടക്കാക്ക നാട്ടിൽ നിന്ന് വന്ന ഫുള്ള് ഡീറ്റെയിൽസ് എന്നോട് ചോദിക്കുക. അപ്പോൾ മോന് വണ്ടിയിൽ നിന്ന് ഇറങ്ങി എന്നിട്ട് എന്നോട് പറയാണ്, ഞാൻ വന്നിട്ട് ഇപ്പം ഉമ്മാനെ കൊടുത്തിട്ട് ഇപ്പോൾ 3 മാസം ആവാറായി, ഇന്നെ കുറിച്ചൊരു കാര്യം ഉമ്മാക്ക് ഇതിനായിട്ട് അറിയില്ല, അന്നെ കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും അറിയാമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു അൽഹംദുലില്ലാ, അതന്നെ വലിയൊരു കുരുത്തല്ലേ, കുറേ ഉമ്മമാരെ മനസ്സിൽ കുട്ടികളെ മനസ്സിലൊക്കെ നമ്മൾ ഉണ്ടാവുക എന്ന് പറയുന്നത്. അൽഹംദുലില്ലാ, സന്തോഷമാണ്, സന്തോഷം മാത്രമേ ഉള്ളതുകൊണ്ട്. ഇത് കാണുന്ന ഒരുപാട് പ്രേക്ഷകർ, നിങ്ങളുടെ ഫോളോവേഴ്സ് ആയിട്ടുള്ള ആളുകളുണ്ടാവും, പ്രവാസികളുണ്ടാവും, സ്ത്രീകളായിട്ടുള്ളവരുണ്ടാവും, നാട്ടിലുള്ളവരുണ്ടായിരിക്കും. അവരോട് എന്ത് പറയാൻ? പ്രവാസത്തിൽ കുറേ കഷ്ടങ്ങളൊക്കെ അനുഭവിക്കുന്നതിൻ്റെ അടിയിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ചെറിയ സമയങ്ങൾ കിട്ടുമ്പോൾ ഞാനും മുട്ടക്കാക്കിയും കൂടി ഓരോ കോപ്രായങ്ങൾ ചെയ്യണട്ടത്. അപ്പോൾ നിങ്ങൾ എന്താ പറയുക, അത് നിങ്ങൾ ഏറ്റെടുത്തോടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വരെ എത്തിയിട്ടുള്ളത്. അത് ഇനിയും ഇതേപോലെ തന്നെ സപ്പോർട്ട് ഉണ്ടാവണം. എനിക്ക് ഒരുപാട് ഉമ്മമാർക്ക്, പെങ്ങന്മാർക്ക്, അനിയത്തിമാർക്ക്, കുട്ടികൾക്ക്, കാക്കമാർക്ക്, അഞ്ചന്മാർക്ക് ഒക്കെ നമ്മളിഷ്ടമാണ്. അപ്പോൾ ഈ ഇഷ്ടം അതുപോലെ തന്നെ തുടരണം, ഇനിയും സപ്പോർട്ട് ഉണ്ടാവുന്ന പ്രതീക്ഷയൊക്കെയാണ്. അപ്പോൾ എങ്ങനെയാണ്, താങ്ക് യു, നല്ലൊരു ഇതാണത്. വീട്ടിൽ ആരൊക്കെയാണെന്നുള്ളത് ചോദിക്കാൻ മറന്നു. കാരണം ഭാര്യയുടെ പ്രസവത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്. ഭാര്യനെ കുറിച്ചും മകളെ കുറിച്ചും ഉമ്മ ആരൊക്കെയാ? ഉമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള, അപ്പൊ എപ്പോൾ ഏത് ഉറക്കത്ത് ചോദിച്ചാൽ നമുക്ക് ആരെ ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് ചോദിച്ചാൽ ഉമ്മാനെ പറയാം. ഇപ്പോഴും ഞാൻ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കും. എന്തെങ്കിലുമൊക്കെ തരികട ഉണ്ടെങ്കിലും ഉമ്മ ചീത്ത അറിയുമ്പോഴത്തേന് ഞാൻ കയറി ചെന്ന് അറ്റാക്ക് ചെയ്തിട്ട് ഉമ്മ കൊടുക്കും. അപ്പോൾ ഒരു ചെറിയ എന്താ പറയാ, ഒരു പുഞ്ചിരി വരാണ്ട്. പിന്നെ എന്താ വെച്ചാൽ എൻ്റെ ഇപ്പം കുറച്ച് ചൂടനായിരുന്നു. അപ്പോൾ ഇമ്മ എന്താ കാട്ടി വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ചൂടാവുന്ന സമയത്ത് ഇന്നെ മെല്ലെ തള്ളി വിടും. ഞാൻ എനിക്ക് എന്താ വെച്ചാൽ ഞാൻ അതേപോലെ തന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുമ്പോൾ ഇപ്പാൻ്റെ മുഖത്തൊരു പുഞ്ചിരിയാണ്. ഇപ്പം ഇല്ല, ഇപ്പം മരിച്ചിട്ട് ഇപ്പോൾ 7 കൊല്ലമായി. ഇപ്പോൾ എന്താ പറയുക, അതിൻ്റെ ഇപ്പം ഇല്ലാത്തതിൻ്റെ വിഷമം ഇപ്പോൾ നല്ലോണം ഉണ്ട്. അപ്പം ഉമ്മയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഇത്രയും കാലം ഇപ്പോഴും നമ്മളെ നോക്കണത് ആലോചിച്ച ഉമ്മയെന്ന് പറയുള്ളൂ. അത്രയും കഷ്ടപ്പെട്ടിരിക്കണം പാവം. പിന്നെ ലൈഫിൽ നമുക്കിപ്പോൾ കിട്ടിയതിൽ ഏറ്റവും നല്ല ഒരു കിട്ടൽ ഉമ്മയാണ്, ഇപ്പിയാണ്. അത് കഴിഞ്ഞാൽ ഏറ്റവും കിട്ടിയിട്ടുള്ള എൻ്റെ ഭാര്യയാണ്. ഭയങ്കര സപ്പോർട്ടവള്, ഭയങ്കര ഇന്നെ പോലെ തന്നെ വർത്താനം പറയാൻ കുത്തിർന്നു കഴിഞ്ഞാൽ ഇത് ദുനിയാവൊക്കെ മറക്കും. അപ്പം അതുകൊണ്ട് ഭയങ്കര സന്തോഷമാണ് ലൈഫ് പാർട്ണറെ കിട്ടിയും. പഠിച്ചോന് എത്ര സ്തുതി പറഞ്ഞാലും തീരെ. ആളുടെ പേര് ജസ്ന. ഇപ്പോൾ പുതുതായിട്ട് പുതിയ ഒരാളും കൂടി വന്നിട്ടുണ്ട്, ഞങ്ങളെ മോള് അലൈഹ. അപ്പോൾ അതും ഭയങ്കര സന്തോഷമാണ്, ആദ്യത്തെ മോളാണ്. അപ്പോൾ എന്താ പറയാ, ആ ഒരു സന്തോഷത്തിലാണ് ഇപ്പോൾ ഉള്ളത് സത്യം പറഞ്ഞാൽ. ഒരൊറ്റ സാധനം കൂടെ ഭാര്യ ഇവരെ അങ്ങനെ ആരെങ്കിലും കുറിച്ചൊന്നും ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ ചെയ്യാം. ആയിക്കോട്ടെ. വിനീസ് ഇപ്പം എന്നോട് ഭാര്യനെ കുറിച്ച് പറയാനുള്ള പറഞ്ഞ് ഇതിപ്പോൾ 4 ആൾ കാണുന്ന പരിപാടിയില്ല. അപ്പോൾ ഭാര്യനെ കുറിച്ച് ഇപ്പോൾ എൻ്റെ ഭാര്യ നല്ല ഭാര്യയാണ്. ഇത് ഭാര്യനെ പോലെ ഈ ദുനിയാവിൽ ഇത്രയും നല്ലൊരു ഭാര്യനെ തിരിയിട്ടായിരുന്നു ഞാൻ കിട്ടൂല. ഇത്രേ പറയാനുള്ളൂ. നല്ല എന്താ പറയുക, ഭയങ്കര സ്നേഹമാണ് ഓൾക്ക് എന്നോട്. ഇതൊക്കെ പറഞ്ഞാലേ ചങ്ങായി പെരീക്ക് കയറ്റുള്ളൂ. എനിക്ക് ഇവിടുന്ന് നീച്ചു പോവാ, എനിക്ക് പെരീം കൊണ്ടേ വിലക്ക. ഇത്രേ ഉള്ളൂ ചങ്ങാഴ്ചകളെ പറയാൻ. അതെ. അപ്പൊ ഏതായാലും മറ്റൊരു സ്ഥലത്ത് ഇതുപോലത്തെ മറ്റൊരു മുന്നേയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഒരു പ്രവാസത്തിന്റെ ഇടവേളയിൽ നാട്ടിലെത്തിയ സമയത്താണ് നമുക്ക് ഇതിനൊരു സമയം കിട്ടിയത്. എനിക്ക് തോന്നുന്നു ആദ്യത്തെ ഇന്റർവ്യൂ ഒന്നും അല്ലേ? സത്യം, അത് ഞാൻ പറയാൻ പറഞ്ഞിട്ടുണ്ട്. ജീവിതത്തിൽ ആദ്യമായിട്ടൊരു ഇന്റർവ്യൂവിന് വരണ്ടേ, അത് ഭയങ്കര സന്തോഷമുണ്ട് സത്യം. അപ്പം കുറച്ച് സമയം കൊണ്ട് ഇവരുടെ ജീവിതത്തിൽ കുറച്ച് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. അപ്പോൾ ഏതായാലും മുട്ടക്കാക്കയെ നമ്മൾ വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ട്. മുട്ടക്കാക്കയും ഇവരും തമ്മിലുള്ള ഫുട്ടേജ് എന്തായാലും നമ്മൾ ഈ വീഡിയോയിൽ കയറ്റിയിട്ടുണ്ടായിരിക്കും. മറ്റൊരു സ്ഥലത്ത് മറ്റൊരാളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.